മകൻ നഷ്ടപ്പെട്ടത് മൂലം കണ്ണീരിലായ കുടുംബത്തിന്റെ വേദന മുതലെടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നതായി സർക്കാർ. ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ പോലീസ് വലിച്ചിഴക്കുകയോ മർദ്ദിക്കുകയോ ചെയ്തിട്ടില്ല. പ്രതികളെ പിടികൂടാനുള്ള നീക്കം ഊർജിതമാണ് എന്നും സർക്കാർ പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് നടപടിയിൽ IG മനോജ് എബ്രഹാം ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു ന്യൂസ് റൂമിൽ നിന്ന്. ഷീജ, ഈ PRD പരസ്യത്തിൽ, സർക്കാർ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനോട് ജിഷ്ണുവിന്റെ അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അരുൺ, പ്രധാനമായും ജിഷ്ണു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ തെറ്റായ രീതിയിൽ പ്രചരണങ്ങൾ നടക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഈ രീതിയിൽ PRD പരസ്യത്തിലൂടെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്, കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ജിഷ്ണു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എല്ലാവിധ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ വ്യക്തമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ കൃഷ്ണദാസ് ഉൾപ്പെടെ, നെഹ്റു ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള കൃഷ്ണദാസ് ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കുകയും ഗൂഢാലോചന കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ആദ്യമായാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഇത്തരത്തിൽ കൃഷ്ണദാസിന്റെ ജാമ്യം ലഭിച്ചപ്പോൾ സുപ്രീം കോടതിയെ പോലും സർക്കാർ സമീപിച്ചിരുന്നു. ഇതുപോലും ഇത്തരത്തിലൊരു സംഭവം ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ രീതിയിലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് കേസ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ വേണ്ടി പ്രത്യേകമായ മറ്റൊരു സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എല്ലാവിധ നടപടികളും മുന്നോട്ട് പോവുകയാണ്. എത്രയും വേഗം തന്നെ ഒളിവിൽ പോയവരെ പിടികൂടാൻ സാധിക്കുമെന്നും സർക്കാർ ഈ പരസ്യത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മകൻ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ വേദനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെതിരെയുള്ള ഗൂഢപ്രചരണങ്ങളാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇത്തരത്തിൽ അതിന്റെ ഭാഗമായി തന്നെയാണ് DGP ഓഫീസിന് മുന്നിൽ ജിഷ്ണുവിന്റെ കുടുംബം സമരവുമായി എത്തിയപ്പോൾ പോലും പുറത്തുനിന്നുള്ളവർ എത്തി ആ സമരത്തെ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലൊരു ബോധപൂർവമായ നീക്കം നടക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും സർക്കാർ കുറ്റപ്പെടുത്തുന്നത്. ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയെ അതുപോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള ഗൂഢ നീക്കങ്ങൾ നടക്കുന്നത്. അത് തിരിച്ചറിയണമെന്നും സർക്കാർ ഈ പരസ്യത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ജിഷ്ണു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും വേഗം ഒളിവിൽ പോയ എല്ലാ പ്രതികളെയും പിടികൂടാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. എത്രയും വേഗം ആ പ്രതികളെ പിടികൂടുന്നതായിരിക്കും. ജിഷ്ണുവിന്റെ കുടുംബവുമായി ആലോചിച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സർക്കാർ മുന്നോട്ട് പോകുമെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാർ പരസ്യം അവാസ്തവമാണെന്ന് അമ്മ മഹിജ പ്രതികരിച്ചു. ധനസഹായത്തെക്കാളല്ല, എൻ്റെ ഒരു ഹൃദയമാണ് ജിഷ്ണു. ആ ജിഷ്ണുവിനെ ഒരു തെറ്റും ചെയ്യാതെ കൊലപ്പെടുത്തി. അപ്പം ആ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക, ഒരു ജയിലിലടക്കുക, ഇതെല്ലാം വേണ്ടത്. പിന്നെ വെച്ചാൽ ഇവിടെ ഞങ്ങൾ വന്നത് 14 പേരാണ് വന്നത്. അപ്പം ഈ 5 പേരൊന്നല്ല വന്നത്, 14 പേര് വന്നതിന് 14 പേര് ബന്ധുക്കളും 2 മക്കളും വന്നതാണ്. ജിഷ്ണുവിൻ്റെ കൂട്ടുകാരന്മാർ വന്നതാണ്. അപ്പം അതിൽ 14 പേരെ ടിക്കറ്റ് ഞങ്ങളെടുത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടിക്കറ്റ് ഞങ്ങൾ 14 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ DGPനെ കാണാനുള്ള അനുവാദത്തിന് വേണ്ടിയാണ് ഈ 14 പേരുള്ള ടിക്കറ്റ് അടക്കം കാണിച്ചു കൊടുത്ത്. അപ്പോൾ എന്നിട്ടൊന്നും ഇവർ അകത്ത് കടത്തി വിടാനുള്ള അവസരം ഉണ്ടാക്കി തന്നില്ല. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ 5 പേര് DGP ആയിട്ട് ചർച്ച ചെയ്യാൻ, DGPൻ്റെ ഗേറ്റിൻ്റെ അപ്പുറം 5 പേരെ മാത്രമേ കടത്തിവിടൂ, ബാക്കിയുള്ള ആൾക്കാർ റോഡുമേൽ നിൽക്കണമെന്നാണ് പറയുന്നത്. അതും എല്ലാ ആൾക്കാരും ജിഷ്ണുവിൻ്റെ രക്തബന്ധത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. സത്യമല്ല, ഒരിക്കലും സത്യമല്ല. പക്ഷേങ്കിൽ ഇത്രത്തോളം ഗവൺമെൻറ്റിനെ അത് ഇഷ്ടപ്പെടും, പിണറായി വിജയനും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ പറയേണ്ട ആ ഒരു അവസരം ഇവരുണ്ടാക്കിയതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഹണി ട്രാപ്പ് വിവാദത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള മംഗളം CEO അജിത് കുമാർ, K ജയചന്ദ്രൻ എന്നിവരിൽ നിന്നും ഇന്ന് തെളിവെടുപ്പ് നടത്തും. മംഗളം ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചന. ഗൂഢാലോചന കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം വേണം എന്നാണ് പോലീസ് നിലപാട്. ലാപ്ടോപ്പ്, ശബ്ദം റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോൺ തുടങ്ങിയവ കണ്ടെത്താനാണ് പോലീസ് ശ്രമം. അംഗത്തിനൊരുങ്ങി മലപ്പുറം.
മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ചൂടിന് ആവേശം പകർന്ന മുഖ്യമന്ത്രിയുടെ പ്രചാരണം. LDF പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം പകർന്നാണ് പിണറായി വിജയൻ മലപ്പുറത്ത് നിന്ന് മടങ്ങിയത്. 2 ദിവസം നീണ്ട LDF പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച് മുഖ്യമന്ത്രി മടങ്ങുമ്പോൾ വലിയ ആവേശത്തിലാണ് മലപ്പുറത്തെ ഇടതുമുന്നണി പ്രവർത്തകർ. പിണറായി വിജയൻ പങ്കെടുത്ത 6 തെരഞ്ഞെടുപ്പ് റാലികളും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ലീഗിന് വലിയ സ്വാധീനമുള്ള കൊണ്ടോട്ടി, മഞ്ചേരി, മലപ്പുറം റാലികളിൽ വരെ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമെത്തി. രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് നേരെ സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളിയും ഇതിനോട് കോൺഗ്രസ് പുലർത്തുന്ന അവസരവാദ നിലപാടും ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അപ്പോൾ ലീഗ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് നോക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വർഗീയ ശക്തിക്കെതിരെ ഉറച്ച നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിക്കാത്ത ഒരു പാർട്ടി, ഇവർ തമ്മിൽ നല്ല കൂട്ടും. ബാബരി മസ്ജിദ് തകർത്ത് വീഴുമ്പോൾ 4 മന്ത്രിമാരും കൊണ്ട് ലീഗ് കോൺഗ്രസിനോടൊപ്പം സഹകരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ പള്ളി പോന്നെങ്കിൽ പോട്ടെ, ഞങ്ങൾക്ക് 4 മന്ത്രിസ്ഥാനാണ് വലുത് എന്ന നിലപാടായിരുന്നു ലീഗ് സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള അവസരവാദ നിലപാട് സ്വീകരിക്കുന്നവർ വേണോ പാർലമെന്റിൽ? അതാണ് പ്രശ്നം. മുഖ്യമന്ത്രിക്കൊപ്പം LDF സംസ്ഥാന നേതാക്കളായ കാനം രാജേന്ദ്രൻ, ഉഴവൂർ വിജയൻ, INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ എന്നിവരും വിവിധ റാലികളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പശുവിനെ കടത്തിയെന്നാരോപിച്ച് ക്ഷീരകർഷകരെ മർദ്ദിച്ച ഗോരക്ഷാ പ്രവർത്തകർക്കെതിരെ നടപടിയില്ല. കശാപ്പിനല്ല, കറവ പശുക്കളെയാണ് കൊണ്ടുപോയത് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ജയ്പൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ രേഖ പീപ്പിൾ TVക്ക് ലഭിച്ചു. CPIM PB അംഗം സുഭാഷിണി അലിയുടെ നേതൃത്വത്തിൽ ഇടത് MPമാർ അല്പസമയത്തിനകം രാജസ്ഥാനിൽ പ്രതിഷേധ ധർണ നടത്തും. പശുക്കളെ കടത്തിയെന്നാരോപിച്ച് ഗോരക്ഷാ പ്രവർത്തകർ 4 കർഷകരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. മർദ്ദനമേറ്റ ക്ഷീരകർഷകൻ പെഹ്ലൂഖാൻ കഴിഞ്ഞ ദിവസം മരിച്ചു. എന്നിട്ടും രാജസ്ഥാനിൽ ഗോരക്ഷാ പ്രവർത്തകരുടെ ആക്രമണമേ ഉണ്ടായിട്ടില്ലെന്നാണ് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്നാൽ മരണപ്പെട്ട കർഷകനൊപ്പം ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയ മക്കളിലൊരാളായ ഇർഷാദിന്റെ വാക്കുകൾ കേൾക്കുക. താക്കി ഹംകോ മുസൽമാൻ കർ ഉസ്നെ ഇത്നാ മാറാ कि ताकि बेही तादाद से ज्यादा मारा और हमारे पापा को हमारी आंखों के सामने हमारे ही आगे मारा. ഹരിയാനയിലെ ജയ്സിംഗ്പൂർ ഗ്രാമത്തിൽ ഡയറി ഫാം ഉപജീവനക്കാരായ പെഹ്ലൂഖാനും സംഘവും ജയ്പൂരിലെ പശുമേളയിൽ നിന്ന് പശുക്കളെ വാങ്ങി മടങ്ങവെയായിരുന്നു ആക്രമണം. കറവ പശുക്കളെ വാങ്ങിയതെന്ന് രേഖകൾ സഹിതം കാണിച്ചിട്ടും കൂട്ടമായി മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തിൽ മരണം സംഭവിച്ചിട്ടും നടപടിക്ക് പോലീസ് തയ്യാറല്ല. സംഘത്തിൽ 3 പേരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. പകരം അറവുശാലകളിലേക്ക് നിയമവിരുദ്ധമായി പശുക്കടത്ത് നടത്തിയെന്നാരോപിച്ച് കർഷകർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മർദ്ദനത്തിൽ അവശനായ മറ്റൊരു യുവാവ് അജ്മലിന് ചികിത്സ നൽകാൻ പോലും ആകാത്ത ഗതികേടിലാണ്. ഗോ സംരക്ഷകരുടെ ഭീഷണിയിൽ ആശുപത്രി അധികൃതർ ചികിത്സ നിഷേധിക്കുന്നതാണ് പ്രശ്നം. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിലെ തിടുക്കം കണ്ട് മരവിക്കുകയാണ് ഈ കുടുംബം. ഗോക്കളുടെ പേരിലുള്ള മനുഷ്യക്കൊല അവസാനിക്കുന്നില്ല. മുഹമ്മദ് അഖ്ലാഖിന്റെ മറ്റൊരു രൂപമായി മാറുകയാണ് ഹരിയാനയിലെ ക്ഷീരകർഷകന്റെ കൊലപാതകം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ദില്ലി. ആറ്റിങ്ങലിൽ വൃദ്ധൻ മരിച്ച നിലയിൽ. വൃദ്ധനെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത് എന്ന് പോലീസ് പറയുന്നു. കാട്ടിൻപുറം സ്വദേശി കുഞ്ഞികൃഷ്ണൻ ആണ് മരിച്ചത്. 85 വയസ്സായിരുന്നു. വിവരങ്ങളുമായി MR സജേഷ് ചേരുന്നു. സജേഷ്, നായ കടിച്ചു കൊന്നതാണോ ഇദ്ദേഹത്തെ? ആറ്റിങ്ങൽ കാട്ടിൻപുറത്താണ് വൃദ്ധനെ ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് സംഭവം. നായ കടിച്ചതാണെന്നാണ് പ്രാഥമികമായ നിഗമനം. കഴുത്തിലും വലത്തെ കൈയിലും കടിയേറ്റിട്ടുണ്ടെന്ന് പ്രാഥമികമായി പോലീസ് പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് അറിയണമെങ്കിൽ, അന്തിമമായി എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിയണം. ഇപ്പോൾ ചിറയൻകീഴ് ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനുള്ളിൽ നടക്കും. അതിനുശേഷം മാത്രമേ അന്തിമമായി എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ. ഒരു ആളില്ലാത്ത വിജനമായ പാടത്താണ് ഈ വൃദ്ധന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം തലമുടി വെട്ടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ്. രാത്രി വൈകിയും കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ തെരച്ചിൽ നടത്തുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് വൃദ്ധന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആറ്റിങ്ങൽ CI സുനിൽകുമാർ പറയുന്നത് പ്രാഥമികമായി തന്നെ 10 മീറ്റർ ചുറ്റളവിൽ നായ്ക്കളുമായി മല്ലിട്ടതുപോലെയാണ് കാണുന്നത്. കഴുത്തിലും കയ്യിലും കടിയേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി പറയുന്നത്. എന്നാൽ ആറ്റിങ്ങൽ DYSP ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരണം. അതിന് പോസ്റ്റ്മോർട്ടം കഴിയണമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ പറയുന്നത്. അരുൺ. MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്.
ദീർഘദൂര സർവീസുകൾ ക്രമീകരിക്കുന്നതിൽ ഏകോപനമില്ലാത്തതാണ് KSRTCയുടെ നഷ്ടക്കണക്കുകളെ 10 മടങ്ങ് ഉയർത്തുന്നത്. ഷെഡ്യൂൾ നിശ്ചയിക്കുന്നതിൽ സോണൽ ഓഫീസുകളും ഡിപ്പോകളും തമ്മിൽ ആശയവിനിമയം നടത്താത്തതാണ് ഇതിന് കാരണം. വിവിധ ഡിപ്പോകളിൽ നിന്നായി ഒരേ റൂട്ടിൽ പുറപ്പെടുന്ന ദീർഘദൂര സർവീസുകളിൽ പലതും ഒരേ സമയത്താണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഷെഡ്യൂൾ ക്രമീകരണത്തിലെ അപാകതകൾ മൂലം സംസ്ഥാനത്തെ KSRTC സർവീസുകൾ പലതും വഴിപാടുകൾ മാത്രമാകാറുണ്ട്. ഡിവിഷണൽ ഓഫീസുകൾ തമ്മിൽ ആശയവിനിമയം ഇല്ലാത്തതുമൂലം ഒരേ റൂട്ടിൽ പല ഡിപ്പോകളിൽ നിന്നും ഒരേ സമയത്ത് വാഹനങ്ങൾ പുറപ്പെടുന്നതാണ് കാരണം. ഇതോടെ കളക്ഷൻ കുറവ് വന്ന സർവീസുകൾ നഷ്ടത്തിലാവുകയാണ്. 10,000-ൽ കുറവ് കളക്ഷനുള്ള സർവീസുകൾ ഒഴിവാക്കിയുള്ള ക്രമീകരണത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും ഇത് പ്രാവർത്തികമായി തുടങ്ങിയിട്ടില്ല. നഷ്ടത്തിലോടുന്ന വണ്ടികൾ 10,000-ൽ താഴെ കളക്ഷനുള്ള വണ്ടികൾ ക്രമീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട MD നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പണികൾ നടക്കുന്നുണ്ട്. ഒരു ഘട്ടം വരെയുള്ള റിപ്പോർട്ട് MDക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിച്ച് വരുന്ന മുറയ്ക്ക് നമ്മൾ നടപ്പിലാക്കും. സർവീസുകൾ ഡിവിഷൻ ഓഫീസ് തലത്തിൽ പുനഃക്രമീകരിച്ചു തുടങ്ങിയെങ്കിലേ നിലവിലെ സാഹചര്യത്തിന് മാറ്റമുണ്ടാകൂ. എന്നാൽ സോണുകൾക്ക് പുറത്തുനിന്നുള്ള ദീർഘദൂര സർവീസുകളുടെ സമയമാറ്റത്തിന് സംസ്ഥാന തലത്തിലുള്ള മേൽനോട്ടം ആവശ്യമായി വരും. അത് സംസ്ഥാന തലത്തിലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഒരു പരിധിവരെ നമ്മൾ അറേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. അതായത് സമയത്തുണ്ടാകുന്ന പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെ നിർദ്ദേശത്തിൽ ഗ്രാമീണ റൂട്ടുകളിൽ യാത്രക്കാരില്ലാതെ നടത്തിവരുന്ന ലാഭകരമല്ലാത്ത സർവീസുകളും കീശ ചോരുന്നതിൽ പ്രധാന ഘടകമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട്ടിൽ ചൂട് താങ്ങാനാകാതെ ക്ഷീരമേഖല. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലാത്തതും അന്തരീക്ഷ ഊഷ്മാവ് പ്രതിരോധിക്കാൻ കന്നുകാലികൾക്ക് സാധിക്കാത്തതും പാലുൽപാദനത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തു തന്നെ പാലുൽപാദനത്തിൽ ജില്ല 2ാം സ്ഥാനത്താണ്. കടുത്ത വേനൽ തുടരുന്നതിനിടെ പാലുൽപാദനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ക്ഷീരസംഘങ്ങൾ ശേഖരിക്കുന്ന പാലിന്റെ അളവിൽ വലിയ കുറവുണ്ടാകുന്നു. ജില്ലയിലാകെ 55ഓളം ക്ഷീരസംഘങ്ങളാണുള്ളത്. വേനൽ കടുത്തത് തീറ്റപ്പുൽ കൃഷിയെയും പാലിന്റെ കുറവ് കർഷകരുടെ വരുമാനത്തെയും ബാധിച്ചു കഴിഞ്ഞു. 2 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയർന്നാൽ തന്നെ പാലുൽപാദനത്തിൽ 10% കുറവുണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു. രാവിലെയും വൈകുന്നേരവും പാലെടുക്കുമ്പോൾ അളവിൽ വലിയ കുറവുണ്ടാകുന്നുവെന്ന് കർഷകരും പറയുന്നു. തീറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈക്കോല് പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. വെള്ളവുമില്ല, കൊടുക്കാനുള്ള തീറ്റപ്പുല്ലും ഇല്ല. അങ്ങനെ സാഹചര്യത്തിൽ ഇവിടുത്തെ ക്ഷീരമേഖലയിൽ പാലുൽപാദനം വളരെയധികം കുറഞ്ഞിരുന്ന സാഹചര്യമാണെന്ന് നിലവിലുള്ളത്. ജില്ലയിൽ ഇത്തവണത്തെ ശരാശരി താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2011 ഇത് 27 ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരുന്നു. മഴക്കാലം എത്തും വരെ കടുത്ത പ്രതിസന്ധിയായിരിക്കും വയനാട്ടിൽ ക്ഷീരമേഖല നേരിടുക. ന്യൂസ് ബ്യൂറോ, വയനാട്. കാസർഗോഡ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടയിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. കാസർഗോഡ് SIയെ AR ക്യാമ്പിലേക്ക് മാറ്റുവാനും തീരുമാനമുണ്ട്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്. കാസർഗോഡ് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയും ചൌക്കി സ്വദേശിയുമായ സന്ദീപിനെ മറ്റു 4 പേർക്കൊപ്പം ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കാസർഗോഡ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ബീരന്തുവയലിലെ കൃഷി ഫാം ഓഫീസറുടെ പരാതിയിലാണ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മദ്യപിച്ച് ബഹളം വെക്കുകയും ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. ജീപ്പിൽ കയറ്റുന്നതിനിടയിൽ സന്ദീപ് കുഴഞ്ഞു വീണുവെന്നാണ് പോലീസ് പറയുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷിക്കുമെന്നും കാസർഗോഡ് സബ് ഇൻസ്പെക്ടറെ AR ക്യാമ്പിലേക്ക് മാറ്റുമെന്നും ജില്ലാ പോലീസ് മേധാവി KG സൈമൺ പറഞ്ഞു. കാസർഗോഡ് ഇങ്ങനെ എൻക്വയറി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും SI അവിടെ ഇരിക്കുന്ന യോഗ്യതയല്ല. SIയെ AR ക്യാമ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതും പകരം മറ്റൊരു SIയുടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. തുടർ നടപടികൾ അസനാരുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം സ്വീകരിക്കുന്നതായിരിക്കും. സന്ദീപ് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടുവെന്നാരോപിച്ച് BJP പ്രവർത്തകർ കാസർഗോഡ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ BJP ഇന്ന് ഹർത്താലും പ്രഖ്യാപിച്ചു. സന്ദീപിന്റെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മന്ത്രിക്ക് മുമ്പിൽ സ്വന്തം ജീവിതം കവിതയാക്കിയപ്പോൾ സൂര്യപ്രഭയ്ക്കും സഹോദരങ്ങൾക്കും കിട്ടിയത് കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീടാണ്. കോട്ടയം ആശ്വാസഭവനിലെ അന്തേവാസികളായിരുന്ന സഹോദരങ്ങളുടെ സ്വപ്നത്തിന് മന്ത്രി AC മൊയ്തീൻ വഴിയാണ് സാക്ഷാത്കാരമായത്. കുടുംബത്തിന്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ കല്യാൺ സിൽക്സ് ഉടമ TS പട്ടാഭിരാമനാണ് തൃശൂർ ആറ്റൂരിൽ ഇവർക്കായി വീട് നിർമ്മിച്ച് കൈമാറിയത്. കൊലക്കുറ്റത്തിന് അച്ഛൻ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോടെ സൂര്യപ്രഭയും സഹോദരങ്ങളും അമ്മയ്ക്കൊപ്പം തെരുവിലായിപ്പോയി. അമ്മ ശ്രീദേവി അനാരോഗ്യത്തിലായതോടെ ജീവിത ചെലവുകൾക്കായി ജോലി ചെയ്യാനിറങ്ങിയ മൂത്തമകൾ സൂര്യപ്രഭയുടെ പഠിപ്പ് 11ാം ക്ലാസ്സിൽ മുടങ്ങി.
തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്ന കോട്ടയത്തെ ആശ്വാസഭവനിലായിരുന്നു ഈ പെൺകുട്ടിക്കൊപ്പം മറ്റ് 2 സഹോദരങ്ങളുടെയും പഠനം. ഇവിടെ എത്തിയ മന്ത്രി AC മൊയ്തീനാണ് കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങിയത്. അപ്പം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അമ്മയ്ക്ക് ആരോഗ്യമില്ല, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. 2 കുട്ടികൾ അവിടെ കോട്ടയത്ത് പഠിക്കുന്ന അങ്ങനെയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഇത് കണ്ടു ബോധ്യപ്പെട്ടപ്പോഴാണ് സ്വാമിയോട് സംസാരിക്കുന്നത്. കുടുംബത്തിന്റെ ദുരവസ്ഥ മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ വീട് നിർമ്മിച്ചു നൽകാൻ കല്യാൺ സിൽക്സ് ഉടമ TS പട്ടാഭിരാമനാണ് സന്മനസ്സുമായി രംഗത്തെത്തിയത്. ഹാൻഡ്സ് ദാറ്റ് ഗീവ് ഈസ് ഹോളിയർ ദാൻ ദ ലിപ്സ് ദാറ്റ് പ്രേ. കൊടുക്കുന്ന കൈകൾക്കാണ് പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളെക്കാട്ടിലും മഹത്വം എന്നാണ് പറയാറുള്ളത്. അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആയുസിന്റെ സ്വപ്നമായ വീട് യാഥാർത്ഥ്യമായപ്പോൾ കുട്ടികളെ സംരക്ഷിച്ചിരുന്ന ആശ്വാസഭവനിലെ സഹോദരങ്ങളും നിറകണ്ണുകളോടെ ആറ്റൂരിലെത്തി. സഹായത്തിനെത്തിയവരോട് പറഞ്ഞറിയിക്കാവുന്നതിലധികം നന്ദിയുണ്ടെന്ന ശ്രീ സൂര്യപ്രഭയുടെ വാക്കുകൾ. ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ വീട് തന്നെ ഞാൻ കണ്ടത് ഈ 1-ാം തീയതി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടത്. ഞാൻ വേറൊന്നും കണ്ടില്ലായിരുന്നു. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന തൃശൂർ ആറാട്ടുപുഴ പൂരം ഇന്നാണ്. പെരുമയിൽ പേരെടുത്ത തൃശൂർ പൂരത്തേക്കാൾ പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിൽ 70-ലധികം ഗജവീരന്മാരാണ് അകമ്പടിയായി എത്തുന്നത്. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേളപ്പെരുക്കത്തോടെയാണ് ഘടകക്ഷേത്രങ്ങളിലെ പൂരങ്ങൾക്ക് തുടക്കമാകുന്നത്. വൈകിട്ട് 7:30 മുതൽ നടക്കുന്ന പൂരാഘോഷം കൈരളി VTVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ചരിത്രം പരിശോധിച്ചാൽ പ്രസിദ്ധിയിൽ മുന്നിൽ നിൽക്കുന്ന തൃശൂർ പൂരത്തേക്കാൾ പാരമ്പര്യം അവകാശപ്പെടാനാവുന്ന ഒരേയൊരു പൂരമാണ് ആറാട്ടുപുഴ പൂരം. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന പൂരത്തിൽ 24 ദേവീദേവന്മാരാണ് പങ്കെടുക്കുന്നത്. ഇന്ന് നടക്കുന്ന പൂരം 1435ാമത്തെ പൂരമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. കരിമരുന്ന് പ്രയോഗത്തിലും ആചാര അനുഷ്ഠാനങ്ങളിലുമടക്കം വ്യത്യസ്തത പുലർത്തുന്ന ആറാട്ടുപുഴ പൂരത്തിൽ ഇക്കുറി 70-ലധികം ഗജവീരന്മാരാണ് അണിനിരക്കുക. ആനകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാകാനാണ് സാധ്യത. എല്ലാ വർഷത്തേക്കാളും നല്ല രീതിയിൽ പൂരം ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. നാടിന്റെ പരമ്പരാഗത ആഘോഷം എന്ന നിലയിൽ പ്രവാസികൾ ഉൾപ്പെടെ കാത്തിരുന്ന് അവധിയെടുക്കുന്ന നാളുകളാണ് പൂരം ദിനങ്ങൾ. പൂരം ആറാട്ടുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഗൃഹാതുരത്വം തരുന്ന ഒരു ഉത്സവമാണ്. വർഷാവർഷം ആനയെഴുന്നള്ളിപ്പിലും വെടിക്കെട്ടിലും നിയന്ത്രണങ്ങൾ കർക്കശമാക്കുമ്പോൾ ആറാട്ടുപുഴ പൂരത്തിന്റെ ആചാരങ്ങൾ മുടങ്ങാറില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും ആറാട്ടുപുഴ പൂരം ദിവസം അത്താഴപൂജ നേരത്തെ കഴിഞ്ഞ് 6:30-ക്ക് നടയടയ്ക്കും. ഇന്ന് വൈകിട്ട് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേളപ്പെരുക്കത്തോടെ ആരംഭിക്കുന്ന ദേവസംഗമവും പൂരവും വൈകിട്ട് 7:30 മുതൽ കൈരളി VTV തത്സമയം സംപ്രേഷണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.